بسم الله الرحمن الرحيم. ذلك عيسى ابن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 972 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 34 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك عيسى ابن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 34 മുതൽ 36 ഉൾപ്പെടെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മറിയം റളിയല്ലാഹു അൻഹ ഈസ അലൈഹിസ്സലാമിന് ജനനം നൽകി അവരെ പ്രസവിച്ച് അതിനെ തുടർന്ന് ജനങ്ങളുടെ അടുക്കലേക്ക് കുഞ്ഞിനെയും കൊണ്ട് കടന്നു ചെന്ന ആ സന്ദർഭമാണ് സൂറത്ത് മറിയമിൽ നമ്മൾ വായിച്ചു വരുന്ന ആയത്തുകളിൽ ഉണ്ടായിരുന്നത്. ജനങ്ങളൊക്കെയും തന്നെ ഒട്ടേറെ ആക്ഷേപങ്ങളുമായിട്ടാണ് അവരെ അഭിമുഖീകരിക്കുകയുണ്ടായത്. ഹാറൂന്റെ സഹോദരി, നിന്റെ വാപ്പ ഒരിക്കലും ഇങ്ങനെ ഒരു മോശക്കാരനായ ഒരാളായിട്ട് അറിയപ്പെട്ടിരുന്നില്ല, നിന്റെ ഉമ്മ ഒരു വേലിചാട്ടക്കാരിയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവര് മറിയം റളിയല്ലാഹു അൻഹയോട് ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയ്യ, മറിയമേ നീ വളരെ മോശമായ ഒരു പാപം ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന വിധത്തിലൊക്കെ സംസാരിക്കുകയുണ്ടായത്. മറിയം റളിയല്ലാഹു അൻഹ വിവാഹിതയാകാതെ തന്നെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു എന്നതും ആ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞിനെയും കൊണ്ട് ജനങ്ങളുടെ അടുക്കിലേക്ക് കടന്നു ചെന്നു എന്നതുമൊക്കെയാണ് പശ്ചാത്തലം. സ്വാഭാവികമായ ഒരു പ്രതികരണം തന്നെയാണ് ആളുകളിൽ നിന്ന് ആ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. പക്ഷെ മറിയം റളിയല്ലാഹു അൻഹ അവരുടെ ഉമ്മ ഇമ്രഅത്തു ഇമ്രാൻ കൊതിച്ചിരുന്നത് പോലെ പൂർണ്ണമായി അള്ളാഹുവിന് സ്വയം സമർപ്പിച്ച ജീവിത വിശുദ്ധി അതിൻ്റെ ഏറ്റവും മനുഷ്യസാധ്യമായ ഔന്നത്യത്തിൽ തന്നെ നിലനിർത്തിപ്പോന്ന, മുഴുവനായും അള്ളാഹുവിനുള്ള അവന്റെ മാർഗത്തിലുള്ള സേവനത്തിനായിട്ട് ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയായിരുന്നു. അവരുടെ ജീവിതം, അവരുടെ വ്യക്തിത്വം കളങ്കിതമാവുക എന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന
അവരെ എല്ലാവരെയും വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ. പക്ഷെ അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം മലക്ക് ജിബ്രീൽ അള്ളാഹുവിന്റെ ഒരു തീരുമാനം അറിയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മറിയമിൽ അള്ളാഹു ഒരു കുഞ്ഞിന് രൂപം നൽകാൻ പോകുന്നു. ആ കുഞ്ഞ് വളരെ ശ്രദ്ധേയമായ ഒരു ദൗത്യം നിർവഹിക്കാനുള്ള വിശുദ്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു കുഞ്ഞായിരിക്കും എന്നൊക്കെ അറിയിച്ചുകൊണ്ടാണ് മറിയം റളിയല്ലാഹു അൻഹാക്ക് ആ സന്തോഷ വാർത്ത മലക്ക് ജിബ്രീൽ എത്തിക്കുന്നത്. എന്നാൽ അവിവാഹിതയായ ഒരു യുവതി എന്ന അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ ചുമക്കേണ്ടി വരിക, കുഞ്ഞിനെ ഗർഭം ധരിക്കേണ്ടി വരിക, ആ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യങ്ങൾ നേരിടുക അത്യന്തം പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അവര് ഇന്നി നദർത്തു, അതുകൊണ്ടാണ് അവര് കാലത്ത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദ വകുന്തു നസിയം മൻസിയ എന്നൊക്കെ പറഞ്ഞു പോവുകയുണ്ടായത്. ഇങ്ങനെ ഒരു സംഗതി യാഥാർത്ഥ്യമായി വരുന്നതിന് മുമ്പ്, ജനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അറിയാനിടയാകുന്നതിന് മുമ്പ് തന്നെ ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ പൂർണ്ണമായും വിസ്മരിക്കപ്പെട്ട ഒരാളായി മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ മറിയം റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചു പോകുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. എന്നാൽ അള്ളാഹുവിന് അവന്റേതായ പദ്ധതികൾ ഉണ്ടായിരുന്നു. മറിയം റളിയല്ലാഹു അൻഹ ഒരു യുവതി എന്നുള്ള നിലക്ക് നേരിട്ട സാഹചര്യങ്ങളെ ടാക്കിൾ ചെയ്യാൻ വേണ്ട ഉപാധികള്, തന്ത്രങ്ങള് അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാന് കാരുണ്യവാനായ റബ്ബിന് ഒരു വ്രതം അനുഷ്ഠിച്ചിരിക്കുകയാണ്, ഇന്ന് ഞാൻ ആരോടും സംസാരിക്കുകയില്ല എന്നൊക്കെയാണ് മറിയം റളിയല്ലാഹു അൻഹ അവരെ അറിയിക്കുന്നത്. തുടർന്ന് ആളുകൾ ഇങ്ങനെ ആക്ഷേപങ്ങൾ ചൊരിയാൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞത്, അവര് കുഞ്ഞിനെ കിടത്തിയിരുന്ന തൊട്ടിലിന്റെ നേരെ വിരല് ചൂണ്ടിക്കൊണ്ട് അങ്ങോട്ട് ആംഗ്യം കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അശാറത്ത് ഇലൈഹി, അപ്പോഴാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, എങ്ങനെയാണ് ഈ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട് ഞങ്ങൾ സംസാരിക്കുക എന്നാണ് അവര് ചോദ്യം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന്റെ നേരെ വിരൽ ചൂണ്ടുന്നത്. എന്നാൽ തുടർന്ന് ജനങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നത് തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശൈശവത്തിൽ ആ ഒരു കുഞ്ഞു പൈതൽ എന്ന അവസ്ഥയിൽ തന്നെയാണ്. അത് ദൈവികമായ ഒരു ഇടപെടലാണ്. അള്ളാഹു ജനങ്ങളെ കാണിച്ച ഒരു മിറക്കിളാണ്. അദ്ദേഹം പറഞ്ഞത്, ഇന്നി അബ്ദുല്ലാഹി ആതാനി അൽ കിതാബ വജഅലനി നബിയ്യ എന്നാണ്. ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു. വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു, എവിടെയായിരുന്നാലും ഞാൻ ആയിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു എന്നെ എവിടെയായിരുന്നാലും അനുഗ്രഹം വർഷിക്കപ്പെട്ടവനാക്കിയിരിക്കുന്നു. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്വലാത്തും സക്കാത്തും വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ അവൻ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. അതുപോലെ ബർറംബി വാലിദത്തി, എന്റെ ഉമ്മക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട പുണ്യം ചെയ്യുന്നവനും ആക്കിയിരിക്കുന്നു എന്നെ. വലം യജാൽനി ജബ്ബാറൻ ഷഖിയ്യ, ഭാഗ്യദോഷിയായ ഒരു സ്വേച്ഛാധിപതി, ഒരു ധിക്കാരി
അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നവൻ എന്ന നിലക്ക് അവൻ എന്നെ ആക്കിയിട്ടേ ഇല്ല എന്നൊക്കെയാണ് ഈസാ അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്ന് പറയുന്നത്. മാത്രമല്ല വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യ. എന്റെ മേൽ യാതൊരു വിധത്തിലുള്ള ശാപവും ഇല്ല. ഞാൻ പിറവിയെടുത്ത നാൾ, ഞാൻ മൃതി അടയുന്ന നാൾ, ഞാൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന നാൾ, ഈ നാളുകളിലൊക്കെയും തന്നെ എന്റെ മേൽ ദൈവത്തിന്റെ ശാന്തി സമാധാനങ്ങളാണുള്ളത്. അതൊന്നും ഒരു ശാപജന്മമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷിച്ച ദുരനുഭവങ്ങളല്ല. എന്റെ ജനനവും മരണവും പുനരുത്ഥാനവും ഒക്കെ ഒരുപോലെ ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളാണ്. അതിലെന്തെങ്കിലും ദുരിതമോ അല്ലെങ്കിൽ അതിൽ വല്ല ശാപമോ ഒന്നും അടങ്ങിയിട്ടില്ല. ഈ വിധത്തിലാണ് ഈസാ അലൈഹി ഇസ്ലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അതിനെ തുറന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് വായിക്കുകയുണ്ടായത്. മാക്കാനലില്ല ദാലിക ഈസ ഇബ്നു മറിയം, ദാലിക ഈസ ഇബ്നു മറിയം, ഇതാണ് മറിയമിന്റെ പുത്രൻ ഈസ. ഖൗലൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ. അവര് ജനങ്ങള് പല വിധത്തിലുള്ള ആശയക്കുഴപ്പത്തിലും സംശയത്തിലുമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിലുള്ള ഏറ്റവും സത്യപൂർണമായ പ്രസ്താവന ഇതാണ്. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മാതാവ് മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒക്കെ വളരെ വലിയ അബദ്ധങ്ങളാണ് ജനങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വലിയ അബദ്ധങ്ങളിലാണ് അവരൊക്കെയും ചെന്നുപെട്ടിട്ടുള്ളത്. എന്നാൽ ആരായിരുന്നു ഈസാ അലൈഹിസ്സലാം? അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം എന്താണ്? അദ്ദേഹത്തിന്റെ ദൗത്യം എന്തായിരുന്നു? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെ ഏറ്റവും സത്യപൂർണമായ പ്രസ്താവനയാണ്, ഖൗലാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. മറിയം റളിയല്ലാഹു അൻഹ തൊട്ടിലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കാണിച്ച ആ സന്ദർഭത്തില് ഈസാ അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തൽ, ആ കാര്യമാണ് ഈസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ ജനങ്ങൾ മനസ്സിലാക്കേണ്ട, അവർ ആശയക്കുഴപ്പത്തിലായിട്ടുള്ള വിഷയങ്ങളിലുള്ള ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ, ഏറ്റവും വലിയ സത്യപൂർണമായിട്ടുള്ള പ്രസ്താവന. അല്ലാതെ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ള വിധത്തില് ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനല്ല, അല്ലെങ്കിൽ മറിയം റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് അവര് പറഞ്ഞിരുന്ന ജോസഫിന്റെ പുത്രനല്ല, ഇങ്ങനെയൊന്നുമല്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മറിയമിന്റെ ഉദരത്തിൽ വളർന്ന ഒരു കുഞ്ഞാണ് ഈസാ അലൈഹിസ്സലാം. വ്യത്യസ്തമായ ഒരു ജനനമാണ് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. വ്യത്യസ്തത ഇതിൽ മാത്രമല്ല, ഈസാ അലൈഹിസ്സലാം ജനിക്കുന്നതിന്റെ 5-6 മാസങ്ങൾക്ക് മുമ്പ് ജനിച്ച യഹ്യ അലൈഹിസ്സലാമിന്റെ ജനനവും അങ്ങേയറ്റം കൗതുകമുള്ളതാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് വാർദ്ധക്യത്തിലെത്തിയ ഘട്ടത്തില് ആണ് അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുന്നത്. മാത്രവുമല്ല, യഹ്യ അലൈഹിസ്സലാമിന്റെ ഉമ്മ അതുവരെ വന്ധ്യയായിട്ട് അറിയപ്പെട്ടിരുന്ന സ്ത്രീയാണ്. വാപ്പ സക്കരിയ അലൈഹിസ്സലാം അസ്ഥികള് ഒക്കെ തന്നെ ദുർബലമായി, ശിരസ് നര കയറി തിളങ്ങിക്കൊണ്ടിരുന്ന അത്രയും വലിയ വാർദ്ധക്യത്തിലെത്തിയ ആളായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ വളരെ അസാധാരണമായ നിലക്ക് അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു എന്നത് എല്ലാവർക്കും ഒരു കൗതുകവും അത്ഭുതവും ഒക്കെയായി തോന്നുമെങ്കിൽ അതൊരു ദൈവികമായ നടപടിയായിരുന്നു എന്നതാണ് വസ്തുത.
അതേപോലെയുള്ള ഒരു ദിവ്യാത്ഭുതം തന്നെയാണ് ഈസ അലൈഹിസ്സലാമിന്റെ കാര്യത്തിലും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മറിയം ഗർഭം ധരിക്കുന്നത് ഒരു പുരുഷൻ അവരെ സ്പർശിച്ചത് കൊണ്ടല്ല, ഒരു പുരുഷനുമായുള്ള സംസർഗത്തിന്റെ ഫലമായിട്ടല്ല അവര് ഗർഭിണിയാവുന്നതും അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതും ഒക്കെ. നേരത്തെ യഹിയ അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ, മനുഷ്യോൽപത്തിയുടെ തുടക്കത്തിൽ ആദമിന്റെ കാര്യത്തിൽ, അവിടുന്ന് അങ്ങോട്ട് മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ വംശപരമ്പരയുടെ നൈരന്തര്യത്തിനുള്ള സംവിധാനം, ഇതിലൊക്കെയും അടങ്ങിയിട്ടുള്ളത് അതിമഹത്തരമായ ദൈവിക നിശ്ചയവും പ്രതിഭാസവും ഒക്കെയാണ്. അതേ വിധത്തിലുള്ള ദൈവികമായ ഒരു പ്രതിഭാസവും നടപടിയുമാണ് ഇവിടെ ഈസ അലൈഹിസ്സലാമിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തൊട്ടിലിൽ വെച്ച് ഈസ അലൈഹിസ്സലാം നടത്തിയിട്ടുള്ള ഈ വെളിപ്പെടുത്തൽ, ഇതാണ് ഈ വിഷയത്തിൽ ജനങ്ങൾ തർക്കത്തിലും ആശയക്കുഴപ്പത്തിലും സംശയത്തിലുമൊക്കെയായി മാറിയിട്ടുള്ള വിഷയത്തിലെ ഏറ്റവും സത്യപൂർവമായ പ്രസ്താവന. ഇതാണ് അല്ലാഹുവിടെ വെളിപ്പെടുത്തുന്നത്. ദാലിക ഈസ ഇബ്നു മറിയം, കൃത്യമായിട്ടും ഇതാണ് മറിയമിന്റെ പുത്രൻ ഈസ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യം. ഖൗലൽ ഹഖ്ഖിൽ ലദീ ഫീഹി യംതറൂൻ, അവര് ഏതൊരു വിഷയത്തിലാണോ സംശയത്തിലും ആശയക്കുഴപ്പത്തിലും ഒക്കെ അകപ്പെട്ടിട്ടുള്ളത്, ആ വിഷയത്തിലുള്ള ഏറ്റവും സത്യപൂർവമായ പ്രസ്താവനയാണിത് എന്നാണ് അല്ലാഹു ഈസ അലൈഹി ഇസ്ലാമിന്റെ തൊട്ടിലിൽ കിടന്നുകൊണ്ടുള്ള ആ പ്രസ്താവനയെ കുറിച്ച് പറയുന്നത്. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ, തുടർന്ന് അല്ലാഹു പറയുന്നത്, അല്ലാഹുവിന് ഒരു പുത്രനെ സ്വീകരിക്കുക എന്ന ഒരു ശീലമേ ഇല്ല, അങ്ങനെ ഒരു സമ്പ്രദായം അല്ലാഹുവിനില്ല. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ, നിങ്ങൾ ഈസ അലൈഹി ഇസ്ലാമിനോടുള്ള അമിതമായ സ്നേഹ ബഹുമാനങ്ങൾ കാരണമായിട്ട് അദ്ദേഹത്തിനെ ദൈവപുത്രനൊക്കെ ആയിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ഏർപ്പാട് അള്ളാഹുവിനില്ല, അള്ളാഹുവിന് ചേരുന്നതല്ല, അള്ളാഹുവിന് അങ്ങനെ ഒരു നടപടിക്രമമില്ല. ഒരു കുഞ്ഞിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നത്, ഒരു പുത്രൻ ഉണ്ടാവുക എന്നത് അള്ളാഹുവിന് യോജിച്ച ഒരു പരിപാടിയല്ല. ഉലകങ്ങളുടെ സൃഷ്ടാവാണ് അള്ളാഹു. ഒരു കുഞ്ഞ് എന്നല്ല, കോടിക്കണക്കിന് മനുഷ്യപുത്രന്മാർക്ക് അവരെ സൃഷ്ടിച്ച് ഭൂമുഖത്ത് അവതരിപ്പിച്ചിട്ടുള്ളവനാണ് അള്ളാഹു. അങ്ങനെ ഒരു അള്ളാഹുവിന് സ്വന്തമായി ഒരു പുത്രൻ ഉണ്ടാവുക എന്ന ഒരു സംഗതി, ആ ഒരു നടപടി അള്ളാഹുവിന്റെ പദ്ധതിയിൽ പെട്ടതല്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു ശീലമില്ല. സുബ്ഹാനഹു, അത്തരം ചാപല്യങ്ങളിൽ നിന്നൊക്കെ അവൻ പരിശുദ്ധനാണ്, ഉയർന്നു നിൽക്കുന്നവനാണ്. ഒരു പുത്രൻ ഉണ്ടാവുക എന്നത് പലതിനെയും ആശ്രയിച്ചുകൊണ്ട് മനുഷ്യന്റെ അഭിലാഷ പൂർത്തീകരണമായിരിക്കും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാറ്റിനെയുമായി എല്ലാമായിട്ട് അള്ളാഹുവിനുള്ള ബന്ധം എന്നത് അവൻ എല്ലാറ്റിന്റെയും സൃഷ്ടാവാണ് എന്നതാണ്, അല്ലാതെ ആരുടെയും പിതാവാണ് എന്നതല്ല അള്ളാഹുവിനുള്ള ബന്ധം. അള്ളാഹു അത്തരം പിതൃത്വം മാതൃത്വം പോലെയുള്ള ആശയങ്ങളിൽ നിന്നൊക്കെ ഉപരിയാണ്. അവൻ അത്തരം പരിമിതപ്പെടുത്തലുകളിൽ നിന്ന് മുക്തനായ വിശുദ്ധിയുള്ളവനാണ്. സുബ്ഹാനഹു, അവന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇദാ ഖളാ അംറൻ, അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫഇന്നമാ യഖൂലു ലഹു കുൻ, ആ സംഗതിയോട്, ആ ആശയത്തോട് ഉണ്ടാവുക എന്ന് അള്ളാഹു പറയുകയേ വേണ്ടു. ഫയഖൂൻ, അപ്പൊ അത് സംഭവിച്ചിരിക്കും. അള്ളാഹു ഒരു സംഗതി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാൽ അത് ഏത് വിധത്തിലുള്ളതാണ് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ചിത്രം അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ ആശയം തന്നെ ഒരു സൃഷ്ടിപ്പാണ്. ഒരാള് എന്നത്
ആ ആൾ ഉടലെടുക്കുന്നതിന് മുമ്പ് ഒരു ആശയമാണ്. ആ ആശയം തന്നെ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പാണ്. ആ ആശയവും ആ രൂപം എടുത്തു വരുന്ന വ്യക്തിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. നമ്മളിപ്പോ ബിന്യാമിന്റെ ആടുജീവിതം സിനിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണുള്ളത്. നജീബിന്റെ ജീവിതാനുഭവം ബിന്യാമിന്റെ ആടുജീവിതമായി വരുമ്പോ അതിൽ വലിയ മാറ്റങ്ങള് ആ ക്രിയേറ്റിവിറ്റിയുടെ ആ പ്രോസസ്സിൽ, സർഗാത്മകതയുടെ ആ പ്രക്രിയയില് നജീബിൽ നിന്ന് ബിന്യാമിനിലേക്ക് എത്തുമ്പോഴേക്ക് അത് അതിന്റെ ഒരു സ്വഭാവവും രീതിയും ഒക്കെ തന്നെ മറ്റൊന്നായി മാറിയിട്ടുണ്ട്. ഇനി ബിന്യാമിന്റെ ആടുജീവിതം സിനിമയായി മാറുമ്പോഴേക്ക് അത് മൂന്നാമതൊരു സംഗതിയായി മാറുകയാണ്. 2 തവണ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടതായി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിനകം. ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നൊക്കെ പറയും. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്രക്രിയ, അള്ളാഹുവിന്റെ സർഗാത്മകത എന്ന് പറയുന്നത് അവനൊരു കാര്യം എന്താണോ ഏത് വിധത്തിലാണോ നിശ്ചയിച്ചത്, ആ ഒരു നിശ്ചയം എന്നതിനോട്, അള്ളാഹുവിന്റെ ആ മശീഅത്തിനോട് കുൻ എന്നൊരു കൽപ്പന കൊടുക്കുകയേ വേണ്ടതുള്ളൂ. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ച വിധത്തിൽ കൃത്യതയോടുകൂടി യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ലാതെ ഏതൊരു വിധത്തിലാണോ അള്ളാഹു അതിനെ സങ്കല്പിച്ചിട്ടുള്ളത് അതേ രൂപത്തിൽ അത് ഉണ്ടാകുന്നു എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. മനുഷ്യന് സാധ്യമല്ല. മനുഷ്യൻ മനസ്സിൽ സങ്കല്പിച്ച ഒരു സംഗതി നിർവഹിക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ അത് നിർവഹിച്ച് നടപ്പിലാക്കുമ്പോ എപ്പോഴും ആശയം ഒരു തലത്തിലും അതിന്റെ നടപ്പിലാക്കിയ രൂപത്തിലുള്ളത് ഒരുപാട് വ്യത്യാസങ്ങളോട് കൂടിയുള്ള ഒന്നുമായിരിക്കും. നമ്മള് കെട്ടിടങ്ങൾക്ക് പ്ലാനും അതിന്റെ ആർക്കിടെക്ചറൽ ഷേപ്പും ഒക്കെ ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ ആശയതലത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് പറയത്തക്ക വ്യത്യാസങ്ങളോട് കൂടിയാണ് നമ്മൾ അത് നടപ്പിലാക്കിയിട്ടുണ്ടാവുക. പല കാരണങ്ങളും ഉണ്ടാവും അങ്ങനെ വ്യത്യാസപ്പെടാൻ. എന്നാൽ അള്ളാഹുവിന്റെ രീതി അങ്ങനെയല്ല. അള്ളാഹു ഒരു സംഗതി ഉണ്ടാകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഖളാ ആണ്. അള്ളാഹുവിന്റെ ആ മശീഅത്ത് കുൻ എന്ന് പറയുന്നതോടുകൂടി അത് സംഭവിച്ചിട്ടുണ്ടാവും. ഫയകൂൻ. അതില് ഒരു അണുവളവ് പോലും ആ ആശയവും യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവില്ല. അള്ളാഹു ഏത് വിധത്തിലാണോ ഒരു സംഗതി ആശയരൂപത്തില് സങ്കല്പിച്ചിരുന്നത് അത് അതേ വിധത്തിലാണ് നടപ്പിലാക്കപ്പെടുന്നത്. അത്രയും സൃഷ്ടിപരതയുള്ളവനാണ് അള്ളാഹു. അങ്ങനെയൊരു അള്ളാഹുവിന് കുറെ പേരുടെ പിന്തുണയോടെയും സഹായത്തോടെയും കൂടി മാത്രം റിയലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു പുത്രൻ എന്ന ആശയം, അല്ലെങ്കിൽ അത് എന്തിന് അള്ളാഹുവിന്റെ ദിവ്യത്വത്തിന് ചേരാത്തതാണത്. പുത്രൻ ആർക്കായാലും അത് പലരെയും ആശ്രയിച്ചു കൊണ്ടുണ്ടാവുന്നതാണ്. ഒരാണിന് മാത്രമായിട്ട് പുത്രൻ ഉണ്ടാവുന്നില്ല, ഒരു പെണ്ണിന് മാത്രമായിട്ട് പുത്രൻ ഉണ്ടാവുന്നില്ല. ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും ആശ്രയിച്ചുകൊണ്ടാണ്. അവരിരുവരും തന്നെയും പലതിനെയും ആശ്രയിച്ചുകൊണ്ടാണ് ആ കുഞ്ഞിന് വളർച്ച പ്രാപിക്കാൻ സാധിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ കാര്യം അങ്ങനെയല്ല. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ കുൻ എന്ന് പറയുന്നതോടുകൂടി അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആ ആശയവും യാഥാർത്ഥ്യവും തമ്മിൽ അണുവളവ് പോലും വ്യത്യാസവും ഉണ്ടാവുകയില്ല. ഇതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപരത എന്നിരിക്കെ അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അവനെ എന്തുമാത്രം ചെറുതാക്കി കാണലാണ്, അവന്റെ ദിവ്യത്വത്തിന് എന്തുമാത്രം ക്ഷതം ഏൽപ്പിക്കലാണ്, പോറലേൽപ്പിക്കലാണത് എന്നത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. സുബ്ഹാനഹു ഇദാ ഖളാ അംറൻ. അള്ളാഹു ഇത്തരം ചെറുതാക്കലിൽ നിന്ന്, പരിമിതപ്പെടുത്തലിൽ നിന്ന് ഒക്കെ ഉന്നതനായ, ഉയർന്നു നിൽക്കുന്ന, വിശുദ്ധനായ, പരിശുദ്ധിയുള്ളവനാണ്.
ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ. ഒരു കാര്യം തീരുമാനിച്ചാൽ അവൻ കുൻ എന്ന് പറയുകയേ വേണ്ടൂ. ഫയകൂൻ, അത് യാഥാർത്ഥ്യമായി സംഭവിച്ചിട്ടുണ്ടാവും. ഇതാണ് അള്ളാഹു ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവര് കൊണ്ട് നടന്നിരുന്ന പല തെറ്റിദ്ധാരണകളുടെയും പശ്ചാത്തലത്തില് ഏറ്റവും തെളിമയുള്ള വിധത്തിൽ ക്രൈസ്തവ ലോകം മനസ്സിലാക്കട്ടെ എന്ന നിലക്ക് ഇവിടെ വെളിപ്പെടുത്തുന്നത്. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും. തുടർന്ന് ഈസാ അലൈഹി ഇസ്ലാം ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം അള്ളാഹുവിടെ ഉദ്ധരിക്കുകയാണ്. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും. മാത്രവുമല്ല, നിശ്ചയമായിട്ടും അള്ളാഹു നിങ്ങളുടെ നാഥനാണ്, എന്റെ നാഥനുമാണ്. നിശ്ചയമായിട്ടും അവൻ അള്ളാഹു എന്റെ നാഥനാണ്. റബ്ബി, മാത്രവുമല്ല റബ്ബുക്കും, നിങ്ങളുടെ നാഥനും കൂടിയാണ്. നിങ്ങൾക്ക് വേറെ നാഥനില്ല. എനിക്ക് അള്ളാഹു അല്ലാത്ത മറ്റൊരു നാഥനുമില്ല. നമ്മളെല്ലാവരുടെയും നാഥനാണ് അള്ളാഹു. ഫഅ്ബുദൂഹു, അതുകൊണ്ട് നിങ്ങൾ അവന് വിധേയപ്പെട്ടുകൊണ്ട്, അവന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട്, അവന് ഇബാദത്ത് ചെയ്യുന്നവരായി മാറുക. ഹാദാ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് ഏറ്റവും നേരായ വഴി, ഏറ്റവും ചൊവ്വായ വഴി. അതുകൊണ്ട് നിങ്ങൾ സങ്കല്പിച്ചു വെച്ച എല്ലാ അബദ്ധം അടങ്ങിയ ദിവ്യത്വ സങ്കല്പങ്ങളും വലിച്ചെറിയുക. മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനല്ല, ദിവ്യത്വത്തില് പങ്കുള്ളവനല്ല, അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഉണ്ടായ ഒരു മനുഷ്യപുത്രൻ മാത്രമാണ്. ഈസാ അലൈഹി ഇസ്ലാമിന് ജന്മം നൽകി എന്നതിന്റെ പേരിൽ മറിയം റളിയല്ലാഹു അൻഹ ദിവ്യത്വമുള്ള ആളായി മാറുന്നില്ല. അവര് മുഖേന അള്ളാഹുവിന്റെ ഒരു കൽപ്പന നടപ്പിലായി എന്നേ ഉള്ളൂ. അവർക്ക് അതിലപ്പുറത്ത് യാതൊരുവിധ ദിവ്യത്വവും ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങൾ മറിയമിനെ അല്ല, മറിയമിന്റെ പുത്രനെ അല്ല ആരാധിക്കേണ്ടത്. നിങ്ങൾ ആരാധിക്കേണ്ടത് മറിയമിനെയും മറിയമിന്റെ പുത്രനെയും നിങ്ങളെയും എന്നെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിനെയാണ്, ഏകനായ റബ്ബിനെയാണ്. വഇന്നല്ലാഹ റബ്ബീ വറബ്ബുക്കും, എന്റെ റബ്ബ് അള്ളാഹു മാത്രമാണ്, നിങ്ങളുടെയും റബ്ബ് അവൻ തന്നെയാണ്. ഫഅ്ബുദൂഹു, അതുകൊണ്ട് നിങ്ങൾ അവന് ഇബാദത്ത് ചെയ്യുക, അവന് കീഴ്പ്പെടുക, അവന് അടിമപ്പെടുക, അവന് സമർപ്പിക്കുക. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ഏറ്റവും ചൊവ്വായ മാർഗം. ഇവിടെ ഹാദാ സിറാത്തും മുസ്തഖീം എന്ന് പറയുമ്പോൾ ഈ ആളുകള്, കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ലോകം ഉൾപ്പെടെയുള്ള ആളുകൾ പിന്തുടരുന്ന ജീവിത സരണിയല്ല സിറാത്തുൽ മുസ്തഖീമായത്, ചൊവ്വായ മാർഗം എന്നത് കൂടി അവരെ അറിയിക്കുകയാണ് അള്ളാഹു ഇവിടെ ചെയ്യുന്നത്. ഈസാ അലൈഹി ഇസ്ലാം അവരോടുള്ള സംഭാഷണത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലക്കാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. കൃത്യമായിട്ട് അങ്ങനെയാണ് എന്നിവിടെ പറയുന്നില്ല. അതിന്റെ തൊട്ടു മുമ്പ് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന് തുടർന്നുണ്ടായ നാളുകളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതിനിടക്ക് ഫസ്റ്റ് പേഴ്സണിൽ വീണ്ടും ഇങ്ങനെ ഒരു ഭാഷണം ഉണ്ടാകുമ്പോൾ അത് തൊട്ടു മുന്നില് ഈസാ അലൈഹി ഇസ്ലാം നടത്തിയ സംഭാഷണത്തിന്റെ തുടർച്ചയോ അദ്ദേഹം തന്നെ മറ്റൊരവസരത്തിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞ കാര്യമോ ആവാനാണ് സാധ്യതയുള്ളത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, നിശ്ചയമായിട്ടും അള്ളാഹു ആണ് എന്റെ നാഥൻ, നിങ്ങളുടെയും നാഥൻ അവൻ തന്നെയാണ്. ഫഅ്ബുദൂഹു, അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ഏറ്റവും ചൊവ്വായ മാർഗം, ഏറ്റവും ഋജുവായ ജീവിത സരണി എന്നാണ് ഇവിടെ ഈസാ അലൈഹി ഇസ്ലാം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു വെക്കുന്നത്. ചില ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പോകാമെന്ന് വിചാരിക്കുക. കാരുണ്യവാൻ എന്ന വിശേഷണം ഇത് പീസ് പ്രൊഫൈലിന് വന്നിട്ടുള്ളതാണ്.
കാരുണ്യവാൻ എന്ന വിശേഷണം അള്ളാഹുവിന് ചേരുമോ? നരകത്തിൽ അവിശ്വാസികളുടെ തലയിൽ തിളച്ച വെള്ളം ഒഴിക്കുകയും ദാഹിച്ചു വലഞ്ഞു കരയുന്ന സത്യവിശ്വാസികൾ അല്ലാത്തവരുടെ വായിലേക്ക് ഉരുകി തിളക്കുന്ന ദ്രവ്യവും അഴുകിയ ചലവും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അള്ളാഹു എങ്ങനെയാണ് കാരുണ്യവാനാകുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു കാരുണ്യവാൻ മാത്രമാണ് എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹു അതികഠിനമായി ശിക്ഷ നടപ്പിലാക്കുന്നവനാണ് എന്ന് കൂടി ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് പലയിടത്തായിട്ട്. ദുൻതിഖാം, പ്രതികാരമെടുക്കുന്നവനാണ്. ദുൽ ഇഖാബ് എന്നൊക്കെയുള്ള നിലക്ക് അത് ശിക്ഷ ആഖിബത്ത് നടപ്പിലാക്കുന്നവൻ, അതുപോലെ പ്രതികാരമെടുക്കുന്നവൻ എന്നൊക്കെയുള്ള വിവരണം കൂടി അള്ളാഹുവിന് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതേ സമയത്ത് അള്ളാഹു കാരുണ്യവാൻ തന്നെയാണ്. അള്ളാഹുവിന്റെ കരുണയാണ്, കാരുണ്യമാണ് അള്ളാഹുവിന്റെ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഗുണം. അള്ളാഹു റഹ്മാനാണ്, റഹീമുമാണ്. റഹ്മാൻ എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അള്ളാഹു സൃഷ്ടാവ് എന്നുള്ള നിലക്ക് സകല ജീവജാലങ്ങളോടും അള്ളാഹു കാണിക്കുന്ന ആ കൃപാവായ്പിന്റെ വ്യാപ്തിയും ആഴവും ഒക്കെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ, പശ്ചാത്തപിച്ച് മടങ്ങുന്ന, ഖേദിച്ച് മടങ്ങുന്ന, മഗ്ഫിറത്ത് തേടുന്ന ആളുകളോട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യമാണ് റഹീം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇനി അള്ളാഹു നൽകിയ മുഴുവൻ അവസരങ്ങളെയും നഷ്ടപ്പെടുത്തി ദുർബലരും നിസ്സഹായരുമായിരുന്ന ആളുകളെ അതിഭീകരമായി പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവരുടെ മേൽ സകല ദ്രോഹങ്ങളും അഴിച്ചുവിട്ട് ഭൂമുഖത്ത് സാധിക്കുന്ന എല്ലാ വിധത്തിലുള്ള ധിക്കാരവും കാണിച്ച് അള്ളാഹുവിനെയും അവന്റെ സംവിധാനങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിച്ചു കടന്നുപോയ ആളുകൾ, അവർക്ക് കാര്യങ്ങളെ നേരാംവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ തീരുമാനമെടുത്ത് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിച്ച ആളുകൾക്ക് നൽകിയ അതേ സൗഭാഗ്യങ്ങൾ തന്നെയാണ് പാരത്രിക ലോകത്ത് നൽകപ്പെടേണ്ടത് എന്ന് ഈ ചോദ്യം ഉന്നയിച്ച ആൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അതാണോ നീതി? അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം, ഉദ്ദേശപൂർവം വിശ്വാസിയാവാതിരിക്കുകയാണ്, മനസ്സിലാക്കാതിരിക്കുകയാണ്, ഉൾക്കൊള്ളാൻ സന്നദ്ധനാകാതിരിക്കുകയാണ് ചില താല്പര്യങ്ങളുടെ ഒക്കെ പേരിൽ. എന്നിട്ടും എനിക്ക് സത്യവിശ്വാസം ഉൾക്കൊണ്ടവർക്ക് ലഭിക്കുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങളും അതുപോലെ സൗകര്യങ്ങളും ഒക്കെ ലഭിക്കണം, എനിക്കും കാര്യങ്ങളൊക്കെ എളുപ്പമാകണം എന്ന് അനർഹമായി ഒരാള് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മനോഗതി ഉണ്ടാവുന്നത്. യഥാർത്ഥത്തില് ഭൂമുഖത്ത് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഗസയിലെ ഒരു ചിത്രം നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും. ദാഹജലം കുടിക്കാൻ കിട്ടാതെ തൊണ്ട വറ്റി വരണ്ട് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ കഴിയുന്ന ഒരു ജനതയോട് ഇസ്രായേൽ സമൂഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്രായേൽ രാജ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് പിന്തുണ നൽകുന്ന ലോകരാഷ്ട്രങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ നിഷ്ഠൂരത, ആ ക്രൂരത, അവര് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന വിധത്തില് ശീതീകരിച്ച മുറികളിൽ ഇരുന്ന് ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് അവിടെ ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥകളിലൂടെ കടന്നു പോവുകയും മരണം വരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിധത്തില് മനുഷ്യര് കാണിക്കുന്ന അക്രമങ്ങൾക്ക്, മനുഷ്യര് കാണിക്കുന്ന ക്രൂരതക്ക് ഒരു പ്രതിവിധിയും ഉണ്ടാകാതിരിക്കണം എന്നാണ് നിങ്ങളുടെ നീതിബോധം നിങ്ങളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് കാര്യമായ ഒരു പിഴവ് സംഭവിച്ചിട്ടുള്ള ഒരു ചിന്തയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നീതിമാനാണ് എന്നതാണ് ഏറ്റവും ഏറെ ശ്രദ്ധ പതിയേണ്ട
ഒരു ആട്രിബ്യൂട്ട്. അതോടൊപ്പം തന്നെ അള്ളാഹു പരമകാരുണികനാണ്. അവൻ പലർക്കും മാപ്പരുളുന്നവനാണ്. പക്ഷെ മാപ്പ് ചോദിക്കാനുള്ള ഒരു മനസ്സില്ലാത്ത ധിക്കാരികൾക്ക് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ? മാപ്പ് ചോദിക്കാൻ അള്ളാഹു അവസരം നീട്ടി 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 കൊണ്ടുപോയതാണ്. ഒരു ദിവസം കഴിഞ്ഞ് മറ്റൊരു ദിവസം കഴിഞ്ഞ് ആയുസ് നീണ്ടു നീണ്ടു പോയി 100 വയസ്സും 100-നപ്പുറത്തേക്കും ഒക്കെ അവസരം കിട്ടിയിട്ടും ചെയ്ത അക്രമങ്ങൾക്ക് യാതൊരു പശ്ചാത്താപവും കാണിക്കാതെ അള്ളാഹുവിന്റെ നേരെ പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങാനുള്ള വിനയം കാണിക്കാതെ അഹന്തയിൽ കഴിഞ്ഞുകൂടിയ ആളുകൾക്ക് നീതിപൂർവം കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനെ വഴിപ്പെടുകയും ചെയ്തുകൊണ്ട് നിലകൊണ്ട ആളുകൾക്ക് കിട്ടുന്ന അതേ പരിഗണന കൊടുക്കണം എന്നാണോ നിങ്ങൾ സങ്കല്പിക്കുന്നത് എന്നതാണ് തിരിച്ചെനിക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹു നീതിമാനാണ്, പക്ഷെ അവന്റെ കാരുണ്യം വേറിട്ട് നിൽക്കുന്നുണ്ട്. കത്തബ അലാ നഫ്സിഹി റഹ്മ, കാരുണ്യം അവന്റെ പ്രകൃതമായിട്ട് തന്നെ അവൻ എഴുതി ചേർത്തിരിക്കുകയാണ്. അത് ഓരോരുത്തരോടും ഒരു നിലപാട് ഉണ്ടാകേണ്ടി വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഒട്ടേറെ കാരുണ്യം ചൊരിഞ്ഞത് കൊണ്ടാണ് അവർക്കൊക്കെയും തന്നെ അസ്തിത്വം ഉണ്ടായതും ഉണ്മയുണ്ടായതും അവരൊക്കെ തന്നെ ശ്രദ്ധേയരായ ചില ആളുകളൊക്കെ ആയിട്ട് ഭൂമുഖത്ത് ജീവിതം ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു നന്മയും ചെയ്തതിന്റെ പേരിലല്ല നമ്മൾക്ക് നമ്മളുടെ 2 കണ്ണുകൾ കിട്ടിയിട്ടുള്ളത്. നമ്മളുടെ 2 കൈകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അള്ളാഹുവിനോട് എന്തെങ്കിലും വിധേയപ്പെടൽ നമ്മൾ കാണിച്ചത് കൊണ്ടല്ല. അതിനൊക്കെ അവസരം ഉണ്ടാകുന്നതിന്റെ എത്രയോ മുന്നേ നമുക്ക് ഇത്തരം അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഗുണമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി ആരാണ് അവിശ്വാസി എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം. അത് ഉനൈസ് റഹ്മാൻ ഈ പീസ് എന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞ ചോദ്യത്തിനോട് പ്രതികരിച്ചുകൊണ്ട് നടത്തിയൊരു ചോദ്യമാണ്. അതിന് പീസ് എന്ന ആള് തന്നെ മറ്റൊരു മറുപടി കൊടുക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ്. അപ്പൊ അതിനൊരു പ്രതികരണം ഇപ്പോൾ നടത്തുന്നില്ല. മറിയം അള്ളാഹു എന്ന നാമം എന്തെങ്കിലും ഉപയോഗിച്ചതായോ അറിഞ്ഞതായോ ഒന്നും കാണാൻ കഴിയില്ല. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ അവതരിപ്പിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു തന്ത്രശാലിയായ മനുഷ്യന്റെ സൂത്രപ്പണി മാത്രമല്ലേ എന്നാണ്. മറിയം അള്ളാഹു എന്ന പേരിന് പകരം കേട്ടത് എന്താണ് നിങ്ങൾക്ക് പറയാവോ? ബൈബിള് ലാറ്റിനിലേക്കും ഇംഗ്ലീഷിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതും ലോകത്തെ പല ഭാഷകളിലേക്കൊക്കെ വിവർത്തനം ചെയ്യപ്പെടുന്നതും ഒക്കെ മറിയം റളിയല്ലാഹു അൻഹായുടെയും ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ തന്നെ പിന്നിട്ടതിന് ശേഷമാണ്. കുരിശിലേറ്റപ്പെട്ടു എന്ന് സങ്കല്പിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ കുരിശിലേറ്റപ്പെട്ട വ്യക്തി, ആ വ്യക്തി കുരിശിൽ വെച്ച് പറഞ്ഞ വാചകം ഏലി ഏലി ലമ ശബക്താനി എന്നാണ്. സുറിയാനി ഭാഷയിൽ അല്ലെങ്കിൽ പ്രോട്ടോ അറബിക് ഭാഷയിൽ ഇലാഹി ഇലാഹി എന്ന് വിളിച്ചുകൊണ്ടാണ് ആ അഭിസംബോധന. മറിയമിന്റെ പേര് മേരി എന്ന വിധത്തില് ഭൂമുഖത്ത് ആരെങ്കിലും ഉപയോഗിക്കുന്നത് മറിയം കേട്ടിട്ടുണ്ടാവും? സാധ്യതയില്ല. മറിയം എന്നേ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. അതേപോലെ മറിയം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള അള്ളാഹുവിന്റെ പേര് അള്ളാഹ് എന്ന് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അതിനോടേറെ അടുപ്പമുള്ള ഒരു സുറിയാനി പ്രയോഗമായിരിക്കും. ബൈബിളിന്റെ ലഭ്യമായ അറബി രൂപം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അതില് അള്ളാഹു എന്നതിന് ഈ വാക്ക് തന്നെയാണ് കാണാൻ സാധിക്കുക. മറ്റൊരു പേര് കാണാൻ സാധിക്കില്ല. ഇനി മറ്റൊരു കാര്യം, അള്ളാഹുവിനെ ഏത് ഭാഷയിലുള്ള പേരിലാണ് മറിയം റളിയല്ലാഹു അൻഹ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എങ്കിലും അത് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഏത് ഭാഷയിൽ അള്ളാഹുവിന്റെ പേര് ഏത് രൂപത്തില് ഉച്ചരിക്കപ്പെടുന്നു എന്നതല്ല വിഷയം. എല്ലാ നല്ല നാമങ്ങളും അള്ളാഹുവിൻ്റെതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അറബി ഭാഷയിലായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലായി എന്നത്
ഒരു വിഷയമേ അല്ല എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്ന കാര്യം. പിന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഒരു ക്രൈസ്തവ വിശ്വാസത്തെ സമർത്ഥമായി പ്രയോജനപ്പെടുത്തുകയാണ് ഈ കക്ഷി ചെയ്യുന്നത് എന്ന് പറയുന്നത് എങ്ങനെ ഇപ്പൊ ഈ ഹൈജാക്ക് ചെയ്യുകയും സംശയിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന വിഷയം ഒരു ഭാഗത്തേക്ക് മാത്രം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് യേശുവിന്റെ അനുയായികളെ കുറിച്ച് നമുക്കും പറഞ്ഞൂടെ? മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുള്ള വേദഗ്രന്ഥത്തിലെ എന്ന് പറഞ്ഞ തൗറാത്തിലെ ആശയങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിന് പല രൂപഭേദങ്ങളും വരുത്തി ഉണ്ടാക്കിയതാണ് ഈ ഗോസ്പൽ, ന്യൂ ടെസ്റ്റമെന്റ്, സുവിശേഷം എന്നൊക്കെയുള്ള നിലക്ക് നമുക്ക് പറയാമല്ലോ. ആരെക്കുറിച്ചാണ് ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ പറ്റാത്തതായിട്ടുള്ളത്? ആക്ഷേപങ്ങൾ ഉന്നയിക്കലും ആരോപണങ്ങൾ ഉന്നയിക്കലും അല്ല പ്രസക്തമായിട്ടുള്ളത്, അത് ശരിയാണോ എന്നുള്ളതാണ്. ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബോധ്യപ്പെടുന്നവരെ അദ്ദേഹത്തിൽ വിശ്വസിക്കേണ്ടതുള്ളൂ. അദ്ദേഹത്തെ ഒരു വ്യാജനായിട്ട് എല്ലാവിധ പരിശോധനകൾക്കും ശേഷം ബോധ്യപ്പെടുന്ന ഒരാള് അദ്ദേഹത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ മനസാക്ഷിയോട് സത്യസന്ധത ഓരോരുത്തരും കാണിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് വസ്തുത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വസ്തുതകൾ പരിശോധിച്ച് മനസ്സിലാക്കട്ടെ. എന്നിട്ട് ക്രൈസ്തവതയുടെ വല്ലതും അടിച്ചു മാറ്റിയിട്ട് ഹൈജാക്ക് ചെയ്തോ അടിച്ചു മാറ്റിയോ ഒക്കെ സ്വന്തമായി വല്ലതും അവതരിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്ത ആളാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് പരിശോധിച്ച് മനസ്സിലാക്കട്ടെ. അത് ഓരോരുത്തരുടെയും മനസ്സാക്ഷിക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി വിടുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം പീസ് പ്രൊഫൈലിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. ആരാണ് അവിശ്വാസി? അത് നേരത്തെ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. അള്ളാഹുവിന്റെ പ്രകീർത്തിക്കാത്തവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന അവകാശവാദം വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് അവിശ്വാസി. ഈ ഒരു തെറ്റിന് ഇത്ര ക്രൂരമായ ശിക്ഷ നൽകുന്ന സ്വഭാവം ഒരു ക്രൂരനായ ഏകാധിപതിയിൽ മാത്രമല്ലേ നമുക്ക് കാണാൻ കഴിയൂ എന്നതാണ്. ക്രൂരനായ ഏകാധിപതി എന്ന വിവരണത്തിനോട് ചെറിയ വിയോജിപ്പുണ്ട് എനിക്ക്. എന്നാൽ പോലും സ്വേച്ഛാധിപതി എന്നൊക്കെ പറയാവുന്ന അൽ ജബ്ബാർ എന്നത് അള്ളാഹുവിന്റെ പേര് തന്നെയാണ്. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ ഒന്നാണ് അൽ ജബ്ബാർ എന്നത്. അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുന്ന സംഗതി അതേപടി നടപ്പിലാക്കാൻ കഴിയുന്നവൻ, സ്വേച്ഛ നടപ്പിലാക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. അപ്പോ അള്ളാഹു മാത്രമാണ് ഏകാധിപതിയാവാൻ, സ്വേച്ഛാധിപതിയാകാൻ അർഹതയുള്ളത്. അർഹതയില്ലാത്തവർ ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ആകുമ്പോഴാണ് പ്രശ്നം. ഉലകങ്ങളുടെ തമ്പുരാന് ജബ്ബാർ ആവാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആവാൻ പറ്റുക? പക്ഷെ അവൻ ഒരിക്കലും തന്നെ അക്രമം ചെയ്യുന്നവനല്ല, അനീതി ചെയ്യുന്നവനല്ല, ക്രൂരനുമല്ല. അള്ളാഹു ശിക്ഷ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ക്രൂരത കൊണ്ടല്ല, അത് ലഭിക്കുന്നവർക്ക് അത് അർഹതയുള്ളത് കൊണ്ടാണ്. അതാണ് വസ്തുത. അള്ളാഹുവിന്റെ ക്രൂരതയല്ല അത് മറ്റു പലരോടുമുള്ള അള്ളാഹുവിന്റെ കാരുണ്യമായിരിക്കും. ഒരാളുടെ മേൽ അള്ളാഹു ശിക്ഷ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ആ ശിക്ഷ അവൻ അർഹിക്കുന്നുണ്ടാകും. വേറെ ചിലർക്കുള്ള കാരുണ്യമായിട്ടായിരിക്കും അത് നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ടാവുക. കൂടുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നോമ്പ് നോക്കുന്നവർ സംസാരിക്കാൻ പാടില്ല എന്നല്ലേ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഇനി നദർത്തുൽ റഹ്മാനി സൗമ വലനുകല്ലിമൽ യൗമ ഇൻസിയ എന്ന് പറഞ്ഞ മറിയം റളിയല്ലാഹു അൻഹയുടെ വാചകത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ചോദ്യം. നോമ്പിന്റെ ആത്മാവ്, അതിന്റെ ചൈതന്യം സംസാരം കുറക്കുന്നതിലും അനാവശ്യമായ സംസാരം നടത്താതിരിക്കുന്നതിലും ഒക്കെ തന്നെയാണ്. പക്ഷെ മൗനം ആചരിച്ചുകൊണ്ടുള്ള ഒരു നോമ്പ് എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ അന്ന് പ്രചാരത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ഇസ്ലാം അങ്ങനെ ഒരു വ്രതം പഠിപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വ്രതാനുഷ്ഠാനത്തിന്റെ രീതിയിൽ തീർത്തും മിണ്ടാതിരിക്കുക എന്നൊരു രീതിയില്ല. മറിച്ച് അനാവശ്യമായ സംസാരം ഉപേക്ഷിക്കുക, നല്ല കാര്യങ്ങൾ പറയുക,
സംസാരം വളരെ പരിമിതമാക്കുക തുടങ്ങിയിട്ടുള്ള മര്യാദകളാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ അള്ളാഹു അങ്ങനെ സൂചിപ്പിച്ചു എന്ന് സംസാരിക്കാതെ ഇരിക്കുകയാണ് നോമ്പുകാരൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് ഒരു ലേശം ഒന്ന് ക്വാളിഫൈ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സംസാരം പരിമിതമാക്കുക, നല്ലത് പറയുക, പറയുന്ന നല്ല കാര്യം ചുരുക്കി പറയുക, ഇങ്ങനെയൊക്കെയുള്ള മര്യാദകൾ നോമ്പിന്റെ ഭാഗമായിട്ട് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. സൂറത്തുൽ മറിയമിലെ 34 മുതലും 36 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.